സീരീസിലെ 1ഉം 2ഉം ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇതുവരെയും അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ 1-2 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഇത് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കഥ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ പരിശോധിക്കുക. ഇത് ഡ്രാക്കുള സീരീസിലെ 3ആം ഭാഗം. അവരെ പെട്ടിയെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം 50 പെട്ടികൾ ഉണ്ടെന്നാണ്. ആ 50 പെട്ടികളും തുറന്നു നോക്കണം. അതിൽ എവിടെയെങ്കിലും ഡ്രാക്കുള ഉണ്ടോ എന്നറിയണം. എന്നിട്ട് 50 പെട്ടികളും നശിപ്പിച്ച് ഡ്രാക്കുളയെ ഈ ലോകത്തിൽ നിന്നും തുരത്തണം എന്നുള്ളതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ആ എസ്റ്റേറ്റ് ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. ചുറ്റുപാടും മനുഷ്യവാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വാതിലുകളൊക്കെ തുറക്കാൻ അവർക്കാദ്യം ഒരുപാട് കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല. അകത്ത് കയറിയതും അവിടെ മുഴുവൻ ഇരുട്ടാണ്. അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചം ഉപയോഗിച്ച് അവിടെ എങ്ങും തിരയാൻ തുടങ്ങി. ഒടുവിൽ അവർ ഒരു മുറിയിൽ എത്തിച്ചേർന്നു. ആ മുറിയിലെത്തിയപ്പോൾ അവർ കണ്ടത് കുറേ പെട്ടികൾ അവിടെ അടുക്കി വച്ചിരിക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ രക്തത്തിൻ്റെ മണവും വരുന്നുണ്ട്. അവർ എല്ലാ പെട്ടിയിലും ഓരോ കുരിശും വച്ച് ഉള്ളിപ്പൂക്കളും വിതറി ആണിയടിച്ച് ശക്തിയായി അടിച്ചു വച്ചു. അങ്ങനെ ചെയ്താൽ ഡ്രാക്കുളയ്ക്ക് ആ പെട്ടിയിലൊന്നും വന്ന് കിടക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. പക്ഷേ അവിടം കൊണ്ടൊന്നും പ്രശ്നം തീർന്നില്ല. അവിടെ 9 പെട്ടികൾ ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ആ പെട്ടികൾ കൂടി കണ്ടെത്തണം, അവ നശിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. കൂടുതൽ നിന്നാൽ ഡ്രാക്കുളയ്ക്ക് കൂടുതൽ ശക്തിയാർജിക്കുമെന്നും അവരുടെ ജീവന് വരെ അത് ആപത്താണെന്നും അവർ മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള 9 പെട്ടികൾ എവിടെയാണെന്ന് തിരയുന്നതിന്റെ തിരക്കിലായിരുന്നു അവരെല്ലാവരും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മീന കിടന്നുറങ്ങുകയായിരുന്നു. ജോനാഥനാണെങ്കിൽ പ്രൊഫസറുടെ കൂടെ പെട്ടി തിരയുന്ന തിരക്കിലും. രാത്രി ഏറെ വൈകിയാണ് അയാൾ മീനയുടെ അടുത്തെത്താറുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ പുറത്തെങ്ങും നല്ല മഞ്ഞുണ്ടായിരുന്നു. മീനയുടെ അടുത്തേക്ക് ഒരു കൂട്ടം മഞ്ഞ് വരുന്നതായി അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഓടണം എന്നൊക്കെയുണ്ട്, പക്ഷെ അവളുടെ ശരീരം അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആ ഇരുണ്ട രൂപം വന്ന് അവളുടെ കഴുത്തിൽ നിന്ന് ചോര കുടിച്ചു. അവിടെ നിന്ന് മാഞ്ഞുപോയി. അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും മീന വളരെ അസ്വസ്ഥയായും ക്ഷീണിച്ചതുപോലെയും ജോനാഥന് തോന്നി. ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ലൂസിയെ പോലെ മീനയെയും ഡ്രാക്കുള പിടിച്ചുവെന്ന്. അന്നത്തെ ദിവസം അവർ മീനയുടെ മുറിയിൽ ഒളിച്ചിരുന്നു. അന്നത്തെ ദിവസം അല്പം നിലാവുള്ള രാത്രിയാണ്. കുറെ കാത്തിരിപ്പിനൊടുവിൽ എന്തോ ഒന്ന് ആ മുറിയിലേക്ക് വരുന്നതായി അവർക്ക് തോന്നി. അതൊരു പിശാചിനെ പോലുള്ള രൂപമായിരുന്നു. രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു സിംഹത്തിന്റെ മുഖഭാവമായിരുന്നു അതിന്. കൂർത്തു വളർന്ന പല്ലുകൾ, ചോര പോലെ കത്തുന്ന കണ്ണുകൾ, എല്ലാം കൊണ്ടും പേടിപ്പെടുത്തുന്ന രൂപം. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് ഡ്രാക്കുളയായിരുന്നുവെന്ന്. മീനയുടെ അടുത്തേക്ക് അത് വരുന്നുണ്ടായിരുന്നു. ജോനാഥൻ ഒട്ടും മടിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആഞ്ഞു കുത്താൻ എടുത്തു ചാടി. ഡ്രാക്കുള അപ്പോഴേക്കും അത് മനസ്സിലാക്കി തെന്നി മാറി. എന്നിരുന്നാലും ആ കത്തി ഡ്രാക്കുളയുടെ കോട്ടിൻ്റെ പോക്കറ്റിലായിരുന്നു തെറിച്ചത്. അത് കീറിയപ്പോൾ അതിൽ നിന്നും കുറെ നോട്ട് കെട്ടുകളും സ്വർണ്ണ നാണയങ്ങളും താഴേക്ക് വീണു. അപ്പോൾ ഡ്രാക്കുള ജോനാഥന്റെ വകവരുത്താനായി അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് വിശിഷ്ട കുരിശപ്പവും കുരിശുമാലയുമായി പ്രൊഫസറും അങ്ങോട്ടേക്ക് എടുത്തു ചാടി. അത് കണ്ടതും ഡ്രാക്കുള പേടിച്ച് പിറകിലേക്ക് മാറി. പിന്നീട് പേടിപ്പിക്കുന്ന സ്വരത്തിലും പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുറച്ച് പെട്ടികൾ നശിപ്പിച്ചു എന്ന് കരുതി എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ വകവരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് അയാൾ ജനലിലൂടെ താഴേക്ക് ചാടി. പെട്ടെന്ന് അതൊരു വവ്വാലിന്റെ രൂപമായി ദൂരെ എങ്ങോ പറന്നകന്നു. അന്ന് രാവിലെ അവരെല്ലാവരും വീണ്ടും ഒത്തുകൂടി. ഇത്തവണ ബാക്കി പെട്ടികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്ഥലം അവിടെയുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് വഴി കണ്ടെത്തിയിരുന്നു. ഏതോ ഒരു പ്രഭുവിന്റെ പേരിൽ ഒരു വീട്ടിൽ കുറേയേറെ സ്വർണ്ണ നാണയങ്ങളും നോട്ട് കെട്ടുകളും കൊടുത്തു വാങ്ങിയിരുന്നു. അത് വെച്ചാണ് അവിടെ പെട്ടികൾ ഉണ്ടെന്നവർക്ക് മനസ്സിലായത്. കൂടാതെ ഡ്രാക്കുളയുടെ കോട്ടിൽ നിന്നും വീണ സ്വർണ്ണ നാണയങ്ങളും നോട്ട് കെട്ടുകളും കണ്ട് അവർ ഒരു നിഗമനത്തിലെത്തി. അയാൾ എങ്ങോട്ടോ സ്ഥലം വിടാനുള്ള പ്ലാനിലാണെന്ന്. ഡ്രാക്കുളയുടെ സ്വഭാവത്തെ പറ്റിയും വാൽഹെൻസിങ്ങിന് നന്നായി അറിയാമായിരുന്നു. പ്രൊഫസർ വാൻഹെൻസിങ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരിശെടുത്ത് മേശപ്പുറത്ത് വച്ചു. എല്ലാവരോടുമായി പറഞ്ഞു, ഇനി നമുക്ക് അധികം സമയമില്ല.
ഡ്രാക്കുളയെ എത്രയും പെട്ടെന്ന് തളയ്ക്കണം. മനുഷ്യ രക്തം മാത്രം കുടിച്ചാണ് ഡ്രാക്കുള ജീവിക്കുന്നത്. ഇനി ഡ്രാക്കുളയ്ക്ക് അത് കിട്ടാത്തതുപോലെ വരുത്തണം. ഡ്രാക്കുള അത്ര നിസ്സാരനല്ല. അവന് നിഴലില്ല, അവന് പ്രതിബിംബം കണ്ണാടിയിൽ പതിയാറില്ല. ഉരുക്കിൻ്റെ ബലമാണ് അവൻ്റെ കൈകൾക്ക്. ഏതൊരു രീതിയിലും രൂപം മാറാനും അവന് കഴിയും. കാറ്റാകാനും മഞ്ഞ് തുള്ളികളാകാനും ചെന്നായാകാനും വവ്വാലാകാനും ഒക്കെ അവന് പറ്റും. പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ശക്തികളും ക്ഷയിച്ചു പോകും. അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെയാകണം അവനെ നേരിടേണ്ടത്. ഉള്ളിപ്പൂക്കളും കുരിശും കാട്ടുറോസിൻ്റെ കൊമ്പുകളും കുരിശപ്പവും ഇതൊക്കെ അവന് ദുർബലനാക്കും. അതുകൊണ്ട് എല്ലാവരുടെ കൈവശവും ഇതെല്ലാം വയ്ക്കണം. അങ്ങനെ എല്ലാ പദ്ധതിയോടും കൂടി ബാക്കി പെട്ടികൾ നശിപ്പിക്കാൻ ആ വീട്ടിലേക്ക് അവർ യാത്രയായി. അവിടേക്ക് പോകും വഴി സേവാൾ തൻ്റെ നായ്ക്കളെയും കൂടെ കൂട്ടിയിരുന്നു. അവർ ആ വീട്ടിലെത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറി. മുന്നിൽ കണ്ട റൂമിൽ അവർ അന്വേഷണം തുടങ്ങി. പിന്നീട് ഒരു റൂമിൽ നിന്നും പെട്ടികൾ കണ്ടെത്തി. അവർ അത് മന്ത്രം ജപിച്ച് അടയ്ക്കാൻ ആ പെട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഒരു കൂട്ടം ജ്വലിക്കുന്ന കണ്ണുകൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ എണ്ണം കൂടി വന്നു. പിന്നീട് ലൈറ്റ് അടിച്ചു നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഒരുപാട് എലികൾ അവരെ ആക്രമിക്കാൻ വരുന്നുണ്ടായിരുന്നു. എന്തോ മുന്നേ പ്ലാൻ ചെയ്തതുപോലെ സേവാഡ് ഒരു വിസിൽ നൽകി. അപ്പോഴേക്കും പുറത്തു നിന്നും സേവാഡിൻ്റെ നായ്ക്കൾ അകത്തേക്ക് കയറി ആ എലികളെ മൊത്തം കടിച്ചു തിന്നാൻ തുടങ്ങി. അതോടെ ബാക്കി വന്ന എലികൾ എങ്ങോട്ടോ പോയി മറഞ്ഞു. ഡ്രാക്കുളയെ പറ്റി ഒരുപാട് അന്വേഷിച്ചത് കൊണ്ടായിരിക്കണം സേവാഡിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം അവർ ഓരോ പെട്ടിയിലും ഉള്ളിപ്പൂക്കളും കുരിശും വെച്ച് അടയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് അതിൽ ഒരു പെട്ടി കാണാതായിട്ടുണ്ട്. അവർക്കിപ്പോൾ ടെൻഷൻ കൂടി വന്നു. കാരണം ആ ഒരു പെട്ടിയുമായി ഡ്രാക്കുള എങ്ങോട്ടോ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ നിരാശയോടെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് മീനയ്ക്ക് ഒരാശയം തോന്നിയത്. തന്നെ ഡ്രാക്കുള കീഴ്പ്പെടുത്തിയത് കൊണ്ട് തന്നെ ഹിപ്നോട്ടിസം ചെയ്താൽ ഒരു പക്ഷേ ഡ്രാക്കുളയെ പറ്റി ഒരു സൂചന ലഭിക്കുമെന്ന്. പിന്നെ ഒട്ടും വൈകിച്ചില്ല. ഡോക്ടർ ഹിപ്നോട്ടിസം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മീനെ ഗാഢമായ നിദ്രയിലേക്ക് പോയി. പ്രൊഫസർ ചോദിച്ചു, മീന, നീ ഇപ്പോൾ എവിടെയാണ്? മീന വിവരിക്കാൻ തുടങ്ങി. ഒന്നും കാണാൻ വയ്യ, ഇരുട്ടാണ് ചുറ്റുപാടും. പക്ഷേ കടലിലെ തിരമാലകളുടെ ശബ്ദം മാത്രം കേൾക്കാം. കപ്പൽ നങ്കൂരമിടുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അത്ര മാത്രമേ മീനയിൽ നിന്നും വിവരം ലഭിച്ചുള്ളൂ. പിന്നീട് ഒട്ടും വൈകിക്കാതെ മീനയെ ആ വീട്ടിൽ നിർത്തി അവർ തൊട്ടടുത്തുള്ള തുറമുഖത്തേക്ക് യാത്രയായി. അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് തലേന്നൊരു കപ്പൽ ട്രാൻസിൽവേനിയ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നും അതിൽ പെട്ടികൾ കയറ്റുന്നതിന് വേണ്ടി ഒരാൾ തർക്കിക്കുന്നുണ്ടായിരുന്നുവെന്നും. പിന്നീട് അവർ വീണ്ടും ഒത്തുകൂടി. അവർ പദ്ധതിയിടാൻ തുടങ്ങി. പ്രൊഫസർ വാൽഹൻസിംഗും മീനയും ഡ്രാക്കുളയുടെ കൊട്ടാരത്തിൽ പോകാമെന്നും ജോനാഥനും ആർത്തറും ട്രാൻസിൽവേനിയയുടെ അടുത്തുള്ള തുറമുഖത്ത് കാത്തു നിൽക്കാമെന്നും അവർ തീരുമാനിച്ചു. പ്രൊഫസർ സേവാഡ് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു തുറമുഖത്തിൽ കാത്തു നിൽക്കാമെന്നും പറഞ്ഞു. പക്ഷെ ജോനാഥന് മീനയെ ഡ്രാക്കുളയുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ അവിടെ പോയാൽ മാത്രമേ മീനയിൽ പ്രവേശിച്ച ആ ഡ്രാക്കുളയുടെ ആധിപത്യം നശിപ്പിക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ ലൂസിയെപ്പോലെ അവൾ ഒരു രക്തരക്ഷസായി മാറുമെന്നും ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ജോനാഥൻ അത് അംഗീകരിച്ചത്. അങ്ങനെ 3 പേരും 3 വഴിക്ക് യാത്രയായി. കുറച്ചു ദിവസങ്ങൾ കാത്തിരുന്നപ്പോൾ ആ കപ്പൽ തുറമുഖത്തെത്തി. പക്ഷേ അതിൽ ആ പെട്ടി ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് ആ പെട്ടി ഇടയ്ക്ക് വെച്ച് ഒരു ബോട്ടിലേക്ക് കൈമാറി. ആ ബോട്ട് ഒരു പുഴയിലൂടെ സഞ്ചരിച്ചു. ഇതറിഞ്ഞ് 2 തുറമുഖത്തു നിന്നും അതിനെ കേന്ദ്രീകരിച്ച് ജോനാഥനും ഷെവാർഡും ആർത്തറും യാത്രയായി. അതേസമയം ഡ്രാക്കുളയുടെ കൊട്ടാരത്തിന് പുറത്ത് മീനയ്ക്ക് വേണ്ടി ഒരു കളം ഒരുക്കുകയായിരുന്നു ഡോക്ടർ. മീനയെ ഒരു സ്ഥലത്തിരുത്തി അതിൻ്റെ പുറത്ത് കുരിശപ്പവും ഉള്ളിപ്പൂക്കളും വിതറി അതിൻ്റെ പുറത്ത് തീയൊക്കെ ഇട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രക്തരക്ഷസുകളെ പോലെ 3 സ്ത്രീകൾ അവിടേക്ക് വന്നത്. അവർ മീനയെ അവരുടെ കൂട്ടത്തിലേക്ക് വിളിച്ചു. ഡ്രാക്കുള നിന്നെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് എവിടെയും പോയി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും തങ്ങളുടെ കൂടെ വരണമെന്നും അവർ പറഞ്ഞു. അപ്പോഴേക്കും പ്രൊഫസർ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ട് കുരിശും കാണിച്ചു. അവർ പേടിച്ചുവിരണ്ട് എങ്ങോട്ടോ പോയി.
അന്ന് രാത്രി എന്തൊക്കെയോ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേട്ട് അവരവിടെ ഉറങ്ങി. രാവിലെ ആയപ്പോൾ പ്രൊഫസർ നേരെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് അവിടെ കാണുന്ന 3 പെട്ടികൾ തുറന്നു നോക്കി. അതിൽ 3ലും തലേ ദിവസം കണ്ട രക്തരക്ഷസുകളുടെ ശരീരമായിരുന്നു. ഒട്ടും വൈകിക്കാതെ അവരുടെ നെഞ്ചിൽ കത്തി ആഴത്തിൽ ഇറക്കി അവരുടെ ശിരസ് അറുത്തുമാറ്റി. ആ പെട്ടികളൊക്കെ ശക്തമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അടച്ചുവെച്ചു. അന്ന് വൈകുന്നേരം അവർ ഡ്രാക്കുളയ്ക്ക് വേണ്ടിയും ജോനത്തിനു വേണ്ടിയും കാത്തിരുന്നു. അപ്പോഴാണ് ഒരു കുതിരവണ്ടി അങ്ങോട്ടേക്ക് വരുന്നതായി അവർ ശ്രദ്ധിച്ചത്. അവർ സൂക്ഷിച്ചു നോക്കി. ആ കുതിരവണ്ടി ഒരു പെട്ടിയുമായാണ് വരുന്നത്. അതിൻ്റെ കൂടെ അതിനെ സംരക്ഷിക്കാൻ കുറച്ച് ഗുണ്ടകളുണ്ടായിരുന്നു. ഇപ്പോൾ വാൻ ഹെൽസിങ്ങിന് മനസ്സിലായി അത് ഡ്രാക്കുളയാണെന്ന കാര്യം. സൂര്യൻ അസ്തമിക്കാൻ അധികം സമയമില്ലെന്നും അപ്പോഴാണ് മറ്റൊരു കാര്യവും ശ്രദ്ധിച്ചത്. അതിന് പുറകിൽ മറ്റ് 2 കുതിരവണ്ടികളുണ്ടായിരുന്നു. അതിൽ ഒന്നിൽ ജോനത്തനും ആർത്തറും മറ്റൊന്നിൽ സേവാഡുമായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ എത്തുമ്പോഴേക്കും ഡ്രാക്കുളയുടെ വണ്ടിക്ക് മുൻപിലായി യാത്ര ചെയ്ത് ജോനതനും സെവാഡുമൊക്കെ ഡ്രാക്കുളയുടെ വണ്ടിയെ തടഞ്ഞു വെച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാൻ തുടങ്ങി. ഗുണ്ടകൾക്ക് ജോനതനെയും ആർത്തറെയും ഒക്കെ വെടിവെച്ച് ഇടുന്നതാണ് ലക്ഷ്യമെങ്കിൽ ജോനതനും ആർത്തറിനും ഡ്രാക്കുളയെ കൊല്ലാനായിരുന്നു ലക്ഷ്യം. സൂര്യൻ അസ്തമിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഡ്രാക്കുള പെട്ടിയിൽ തൻ്റെ ശക്തിയാർജിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മീന എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രാക്കുളയെ ഒന്നും ചെയ്യരുതെന്നും അത് തൻ്റെ നാഥനാണെന്നും അവൾ പറയുന്നുണ്ടായിരുന്നു. മീന അല്ല അത് പറയുന്നതെന്നും മീനയിലുള്ള ഡ്രാക്കുളയുടെ അംശമാണ് ഇത് പറയുന്നതെന്നും വാൻ ഹെൽസിങ്ങിന് മനസ്സിലായി. അതിനിടയ്ക്ക് ഗുണ്ടകളുടെ കണ്ണുവെട്ടിച്ച് ജോനതൻ ആ പെട്ടി തുറന്നു. അപ്പോഴേക്കും ഡ്രാക്കുള കണ്ണു തുറന്ന് യഥാർത്ഥ രൂപത്തിലേക്കെത്തി. ഡ്രാക്കുള എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ജോനതൻ കത്തിയെടുത്ത് ഡ്രാക്കുളയുടെ നെഞ്ചിൽ തന്നെ ആഴത്തിൽ കുത്തി. ഡ്രാക്കുള അലറി. ഒട്ടും വൈകിക്കാതെ ജോനതൻ ഡ്രാക്കുളയുടെ ശിരസ് വെട്ടി. അപ്പോഴേക്കും മീന ബോധം കെട്ടു വീണു. ഇതൊക്കെ കണ്ടപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന ഗുണ്ടകളും പേടിച്ചോടാൻ തുടങ്ങി. ഇതിനകത്ത് ഇത്രയും ഭീകരമായ ഒരു രൂപമുണ്ടായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു. ഒരു വലിയ യുദ്ധം കഴിഞ്ഞ പോലെയായിരുന്നു അവിടെ മൊത്തം. എല്ലാം പതിയെ ശാന്തമായി. മീനയുടെ ശരീരത്തിൽ നിന്നും ആ ഡ്രാക്കുളയുടെ അംശവും അതുപോലെ തന്നെ ഡ്രാക്കുള തന്നെ ആ ലോകത്തിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ നൂറ്റാണ്ടുകളോളം ജനങ്ങളെ കൊന്ന് രക്തം കുടിച്ച ഡ്രാക്കുളയെ അവർ എന്നേക്കുമായി നശിപ്പിച്ചു. ഓഥറായ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. സത്യത്തിൽ ഡ്രാക്കുള എന്ന കഥാപാത്രം ഏതെങ്കിലും ഒരു കാലത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ ഇതെല്ലാം വെറും കെട്ടുകഥ അല്ലെങ്കിൽ ഒരു നാടോടിക്കഥ മാത്രമായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. അടുത്തിങ്ങനെയുള്ള ഏത് സീരീസാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നും കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.